സുഹൃത്തും സഹപ്രവർത്തകനും ശ്രീകണ്ഠൻ, വേദിയിലും സദസ്സിലുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, 40 വർഷക്കാലം ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുവാൻ കഴിയുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. ഒരു വർഷം മുമ്പ് ഞാൻ ആ കടമ്പ കടന്നു. അതിനൊരു വർഷം മുമ്പ് പക്ഷേ പുതിയദർശൻ ആ കടമ്പ കടന്നു. അതിനൊരു വർഷം മുമ്പ് സത്യനന്ദിക്കാട് ആ കടമ്പ കടന്നു. നമുക്ക് അതിലും ആ കടമ്പയിലെത്തിയിരിക്കുകയാണ്. ഇത്രയധികം 40 വർഷം നിന്നുകൊണ്ട് ഇത്രയധികം സിനിമ ചെയ്യുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകുമെന്നും നമുക്കറിയില്ല. കാരണം സിനിമയുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരുപാട് പുതിയ ആൾക്കാർ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണുന്നു. കമല് 1986 നേരത്തെ സൂചിപ്പിച്ച പോലെ വീടുകളിൽ എന്ന സിനിമയിലൂടെയാണ് കടന്നു വരുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ കാലമേനെ അത്ര പ്രശസ്തരല്ലാത്ത അഭിനേതാക്കളുമായിട്ടാണ് സിനിമ ചെയ്തു തുടങ്ങിയാണ്. മുകേഷ് സിനിമയിലേക്ക് തുടങ്ങുന്ന കാലമാണ്. ശ്രീനിവാസൻ, പ്രതീഷ് തുടങ്ങിയവർക്ക് അവരെയൊക്കെ തുടക്കകാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പോപ്പുലാരിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഞാൻ ആദ്യത്തെ സിനിമ അങ്ങനെയുള്ള ചെറിയ ആൾക്കാരെ വെച്ച് കൂടുതൽ സിനിമകൾ ചെയ്യുന്നത്. പക്ഷേ കമലിനെ സംബന്ധിച്ച് തിരിച്ചൊരു കാര്യം, മോഹൻലാലിനെ പോലൊരു അക്കാലത്തെ മോഹൻലാലിൻ്റെ തുടക്കകാലം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ താര പദവിയിലേക്ക് എത്തിയ ശേഷം, സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തെ കൊണ്ട് നടനെ വെച്ച് ആ രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് ഒഴിവാകും. ശ്രീ സായി പ്രൊഡക്ഷൻസ് പോലുള്ള വലിയ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസിന് കഴിയുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. സിനിമയിൽ എത്തുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര സംവിധായകരാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ കാണാതെ അറിഞ്ഞവരാണ്. അതിന് പറയുന്നൊരു കഥയുണ്ട്. ഞാൻ നവോദയയിലാണ്. ഞാൻ നവോദയയിലെ അസോസിയേറ്റ് സഹസംവിധായകനോടെ തുടങ്ങിയതാണ്. അപ്പം അത് ആലപ്പുഴയിലെ നിലയിലാണ് നവോദയ സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ മിക്കവാറും ആലപ്പുഴയുടെ ഒപ്പം സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഷൂട്ടിംഗ് എവിടെയോ അവിടെ പോയി ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെവിടെയും അല്ലെങ്കിൽ അവിടെ പോകാറുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളായിട്ട് മെഡ്രാസിലേക്ക് പോകും. മെഡ്രാസിൽ പോയാലും